അനേകം ബാലലീലകൾ എന്നേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം ഏതായാലും ഭഗവാൻ ഈ ഒരലിന് കെട്ടിയിട്ട് തൻ്റെ ഗോപക്കുട്ടികൾ നിറയുണ്ട്. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കുക, ഞാൻ ഇനി ഒരു ആനക്കളി കളിക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരലും വലിച്ചിട്ട് ഭഗവാൻ അവിടുന്ന് പോയി. 2 മരുത് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി ഭഗവാൻ അപ്പുറത്തേക്ക് കടന്നു. പക്ഷേ ഈ ഒരല് ഇതിൻ്റെ ഇടയിൽ, ഈ വൃക്ഷങ്ങളുടെ ഇടയിൽ കുരുങ്ങി ഭഗവാൻ ശക്തിയായിട്ട് വലിച്ചപ്പോൾ ഈ മരുത് വൃക്ഷങ്ങൾ രണ്ടും കടപുഴകി 2 ഭാഗത്തേക്ക് വീണു. അതിൽ നിന്ന് 2 മനുഷ്യർ പുറത്തേക്ക് വന്നു. ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കാലം ഇതിൻ്റെ അകത്ത്? അപ്പോൾ അങ്ങയുടെ സ്മരണ കൊണ്ട് അങ്ങയെ തന്നെ ഓർമ്മിച്ച് അനേക കാലം നിങ്ങൾ ഈ മരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കാൻ, മരങ്ങളുടെ രൂപത്തിൽ. എന്താണ് ഇതിന് കാരണം? അവര് നളകൂപര മണിഗ്രീവന്മാരായിരുന്നു. നളകൂപരൻ മണിഗ്രീവൻ പറഞ്ഞു, നിങ്ങൾ മുമ്പ് കൈലാസോപവനേരമ്യ മന്ദാകിന്യ മതോൽക്കടവും മന്ദാകിനി നദിയിൽ ഞങ്ങൾ ആരാണ്? കുബേരന്റെ പുത്രന്മാർ, വലിയ പണക്കാരന്റെ മക്കളാണ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് പണമുള്ളത് കൊണ്ട് മദ്യമൊക്കെ സേവിച്ച് അനേകം സ്ത്രീകളോട് കൂടിയിട്ട് വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചിട്ട് ഈ ജലക്രീഡ ചെയ്യാൻ വേണ്ടിയിട്ട് ജലത്തിലേക്ക് ഇറങ്ങി. പൊതുവെ ഈ വസ്ത്രം അഴിച്ചിട്ട് ജലത്തിൽ ഇറങ്ങരുത് എന്നൊക്കെയാണ്. എന്നാലും അങ്ങനെ ഇറങ്ങി ഞങ്ങളങ്ങനെ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നദിയുടെ തീരത്ത് കൂടി ശ്രീനാരായണ മഹർഷി ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഈ വലിയ ആൾക്കാരെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. കാരണം മഹാത്മാക്കളെ അപമാനിക്കേണ്ട ആവശ്യം, ഞങ്ങൾ വലിയ പണക്കാരൻ്റെ മക്കളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൈ കിട്ടിയിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയായി. അവരെന്ത് ചെയ്തു? വസ്ത്രം കൊടുത്ത് നാരദ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അന്ന് ഈ നാരദ മഹർഷി ഞങ്ങളെ ശപിച്ചതാണ്, നിങ്ങൾ അഹങ്കാരികളായ വൃക്ഷങ്ങളായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു. ശാപം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ബോധം വന്നു. നേരെ പോയിട്ട് നാരദ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അന്ന് ആ നാരദ മഹർഷി തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യനിതന്തവോ, ഞങ്ങളെ അനുഗ്രഹിക്കാൻ എന്നുള്ള രൂപത്തിൽ ആ നാരദ മഹർഷി അന്ന് ശപിച്ചതാണ് മരുതവൃക്ഷങ്ങളായിട്ട് തീരട്ടെ എന്ന്. നിങ്ങൾ കുറേ കാലം കൃഷ്ണസ്മരണയോട് കൂടിയിട്ട് ഈ വൃക്ഷങ്ങളുടെ രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ കൃഷ്ണന്റെ കരസ്പർശം കൊണ്ട് നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് അന്ന് നാരദ മഹർഷി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഏതായാലും ഭഗവാനെ തപസ് ചെയ്ത പ്രദക്ഷിണം ചെയ്ത് ആ നളകൂപര മണിഗ്രീവന്മാര് പ്രദക്ഷിണം ചെയ്ത് അവർ പറഞ്ഞു, ഋഷേരാസീത് അനുഗ്രഹം. ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് പരമാത്മാവായ ഭഗവാനെ അങ്ങേ ഞങ്ങൾക്ക് ദർശനം ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രാർത്ഥന, അപേക്ഷ ഭഗവാനോട്. എന്താ? വാണി ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തൗജ കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജകൾ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനം. ഹേ ഭഗവാനെ, ഞങ്ങളുടെ വാക്കുകൾ അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് തീരണേ. ശ്രവണവും കഥായ, കാതുകൾ അങ്ങയുടെ ഭഗവത് കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് തീരണേ. ഹസ്തൗജ കർമ്മസും, ഞങ്ങളുടെ കൈകൾ ഭഗവത് സേവ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭഗവാനെ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് തീരണേ. കർമ്മസു മനസ്തവ പാദയോർമ്മ, ഞങ്ങളുടെ മനസ്സിൽ അങ്ങയുടെ പാദങ്ങളെ എപ്പോഴും സ്മരിക്കാൻ, അങ്ങയുടെ രൂപത്തെ സ്മരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണേ. സ്മൃത്യാം ശിരസ്തവ നിവാസജകൾ പ്രണാമേ, ഞങ്ങളുടെ ശിരസ് ഉത്തമാംഗം തല എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കണേ. ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനുന, ഞങ്ങളുടെ കണ്ണുകളെ സുന്ദരമായ അങ്ങയുടെ സ്വരൂപത്തെ കാണാനും അങ്ങയെ ആശ്രയിക്കുന്നതായ സജ്ജനങ്ങളെ ദർശനം ചെയ്യാനും ആയിട്ട് തീരണേ എന്ന് നളകൂപര മണിഗ്രീവന്മാര് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് അപേക്ഷിച്ചു ഭഗവാനോട്. നമുക്കും അത് തന്നെയാണ് ഈ ഭഗവാനോട് അപേക്ഷിക്കാനുള്ളത്. നമ്മുടെ ഈ ശരീരത്തിൽ അനേകം ഇന്ദ്രിയങ്ങൾ, അവയവങ്ങളൊക്കെ ഉണ്ട്. കണ്ണുകൾ കൊണ്ട് ആ ഭഗവാന്റെ സുന്ദരമായ സ്വരൂപത്തെ കാണാനും, ഭഗവാനെ ആശ്രയിക്കുന്നതായ സജ്ജനങ്ങളെ ദർശനം ചെയ്യാനും, നാക്ക് ഭഗവാന്റെ നാമം ജപിക്കാനും, കാത് ഭഗവത് കഥകൾ കേൾക്കാനും, കൈകൾ ഭഗവത് സേവ ചെയ്യാനും, ഭഗവത് അർച്ചന ചെയ്യാനും, കാലുകൾ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാനും, ഹൃദയത്തിലെ ഭഗവാന്റെ സുന്ദരമായ സ്വരൂപത്തെ കാണാനും ഒക്കെ ആയിട്ട് തീരണേ എന്ന് തന്നെയാണ് നമുക്കും ഈ